മെയ് 20 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഒരു ദിന പരിപാടി എന്ന തലക്കെട്ടോടു കൂടിയാണ്. കുടിക്കുന്ന കാലത്ത് എന്നെ പോലൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ കുടിക്കുക എന്ന രീതിയാണ്. നാളെ ഇപ്പോൾ ബാങ്കിൽ പൈസ അടയ്ക്കാനുണ്ടായിട്ടുണ്ടാവും, കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടക്കാനുണ്ടാവും, പല ആളുകൾക്കും വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഇപ്പോൾ എനിക്ക് കുടിക്കുക എന്നത് മാത്രമാണ്. നാളെ ഞാൻ എഴുന്നേറ്റ് നിന്ന് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അമിതമായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യമല്ല എന്ന ബോധ്യം ഉണ്ട്. കാരണം പഴയ അനുഭവങ്ങളെല്ലാം തെളിയിച്ചത് ഒരിക്കലും കുടിച്ചിട്ട് ആദ്യകാലത്തുണ്ടായിരുന്ന കുടിയൊഴിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളിലൊന്നും തന്നെ പിറ്റേ ദിവസങ്ങളിൽ നേരെ നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നല്ല, പല കാര്യങ്ങളും ചെയ്യാനും പറ്റിയിട്ടില്ല, വീണ്ടും കുടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാനെന്ന മദ്യാസക്തന് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, അമിതമായ ഈ ഒരു മദ്യാസക്തിയെ മറികടക്കാൻ പറ്റില്ല എന്ന ബോധ്യമുണ്ടായിട്ടും, എല്ലാവിധ മോശമായ അനുഭവങ്ങളും, എന്തൊക്കെ കുടിക്കഴിഞ്ഞ് ഉണ്ടായിട്ടുള്ള എത്രയെത്ര മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ആ അനുഭവങ്ങൾ, മോശമായ അനുഭവങ്ങൾ, അപമാനങ്ങൾ എല്ലാം മറികടന്നുകൊണ്ട് ഒരു ഓർമ്മയിലും ഇത്തരം കാര്യങ്ങൾ നിൽക്കാതെ എൻ്റെ ഇച്ഛാശക്തി കൊണ്ട് തകർക്കാനാവാത്ത അതിമാരകമായ ആ രോഗം അതെന്നെ കീഴ്പ്പെടുത്തുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ കുടിച്ചത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പം പറഞ്ഞു, ഇവിടെയും ഒരു ദിന പരിപാടിയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം കുടി നിർത്തുന്ന സമയത്ത് ഇനി മുതലങ്ങ് കുടിക്കില്ല, ഞാനങ്ങ് കുടി നിർത്തിക്കളഞ്ഞു എന്നാ പറയാം. ആ ഇതുവരെ ഉണ്ടായ സംഭവങ്ങളിലൊക്കെ സ്വയം സഹതാപങ്ങളിലൊക്കെ പെട്ടുകൊണ്ട് എന്തൊക്കെയുണ്ടായെന്നറിയില്ല, ആളുകളോട് പറഞ്ഞതറിയില്ല, ആകപ്പാടുണ്ടായ കുറ്റബോധം, വീണ്ടും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ളത്, ആളുകളെ നോക്കാനുള്ള ഭയം. അപ്പോൾ ഇനി മേലാൽ കുടിക്കില്ല എന്ന് പറയുകയും വീണ്ടും ആ കുടികൾ കടന്നു വരികയും ചെയ്തു കൊടുത്താണ് പറഞ്ഞത്, ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടിയിലേക്ക് കടന്നുവാ. വലിയ പ്രതിജ്ഞകളൊന്നും എടുക്കേണ്ട, കാരണം പ്രതിജ്ഞകളൊന്നും എടുത്തിട്ട് പാലിക്കാനായിട്ട് സാധിക്കാത്ത ഒരാളാണ് ഞാനെന്ന മദ്യാസക്തൻ. പിന്നെന്തിനാ വലിയ പ്രതിജ്ഞ എടുക്കുന്നത്? ആദ്യം ഇന്ന് ഒരു ദിവസം കുടിക്കാതിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ദിവസത്തെ രീതിയിലേക്ക് കുടി മാറ്റി വെച്ചുകൊണ്ടാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. അതൊന്നും മനസ്സിലായില്ല, ഇത് എന്തിനാ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്, എനിക്കങ്ങനെ കുടി നിർത്താനായിട്ട് സാധ്യമാണല്ലോ. പക്ഷെ അതിൻ്റെ ലാളിത്യം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് അതൊരു രസകരമായൊരു സംഭവം തന്നെയാണ്. കാരണം മദ്യാസക്തന്റെ ഒരു ദിവസത്തെ പരിപാടി ഉള്ള ആ പഴയകാല സ്വഭാവത്തെ അതേ സ്വഭാവം കൊണ്ട് ഒരു റീകൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണം എന്ന് പറയും തലച്ചോറിൽ, അതിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവന് എളുപ്പമുള്ള പരിപാടിയാണ് കള്ളൂടി തന്നെ. ആ കള്ളൂടിയന്റെ അതേ സ്വഭാവത്തിലേക്കുള്ള പരിപാടികളിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നത്തെ ഒരു ദിവസം കുടിക്കാതിരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്നലെ വരെ ഉണ്ടായ കാര്യങ്ങൾ പോട്ടെ, ഇന്ന് ഞാൻ കുടിക്കുന്നില്ല, ഒരു ദിവസത്തെ പരിപാടിയാണ്. അങ്ങനെ കുടിക്കാതെ ആകുമ്പോൾ ഒന്ന് അഹങ്കാരം കുറയും, ഇനി നിർത്തി എന്നുള്ള സംഭവങ്ങൾ വരില്ല, എന്തൊക്കെയോ ആണ് എന്നുള്ള തോന്നലുകളും. എല്ലായ്പ്പോഴും ഏറ്റവും എന്നെ പോലൊരു മദ്യാസക്തനെ തകർക്കുന്ന കാര്യം ആത്മവിശ്വാസമാണ്, സ്വന്തം ഇച്ഛയാണ് എന്നെ കൊണ്ട് തകർക്കാൻ പറ്റാത്തതും. ആ സ്വേച്ഛ, അതിൻ്റെ പ്രഹരം ഇടക്കിടക്ക് വരികയാണ്. ഒറ്റയ്ക്ക് മതി. ആദ്യകാലത്തൊക്കെ ആളുകളോട് ഡിസ്കസ് ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഡിപ്രഷനൊക്കെ മറികടക്കും. എല്ലാം മാറി അഹങ്കാരം ഇങ്ങനെ ഉടലെടുക്കുന്നത് ഞാൻ അറിയില്ല. ഉന്മാദത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എനിക്കെല്ലാം ചെയ്യാനായിട്ട് സാധ്യമാണ്, ഒരു വല്ലാത്ത എനർജി ഉണ്ട്, ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കില്ല എന്ന രീതിയിലുണ്ടാവും. അതുകൊണ്ടാണ് മദ്യപിച്ച് പോകുന്ന ആളുകളെ കുറ്റം പറയാനും മറ്റു പ്രേരണകളിലൊക്കെ ഞാൻ എവിടെയോ എത്തി എന്ന തോന്നലുകളിൽ മറ്റു മനുഷ്യരെ, എൻ്റെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റു മനുഷ്യരെ വിലയിരുത്തുക. പടികളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടും പടികൾ എന്ത് പറയുന്നുവോ അതിന് വിപരീതം ചെയ്യുക. ഉദാഹരണമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും ഇന്ന പടി കൊണ്ട് ഇന്നതായി എന്ന് നമ്മുടെ കാര്യത്തെ പറയാൻ പറ്റും. വേറൊരാളൊരു അനുഭവം വരുമ്പോൾ നീ ആ പടിയിൽ കൃത്യമായി നിന്നില്ല എന്നൊക്കെ പറയുന്നത് സ്വേച്ഛ തന്നെയാണ്. ഞാൻ വിചാരിച്ച പോലെ മറ്റുള്ളവർ ആകണം, അതിനെ തകർക്കണം എന്നുണ്ടെങ്കിൽ എള്ളിമയിലേക്ക് വരാനും ഏറ്റവും നല്ലത് ഇന്നത്തെ പരിപാടിയാണ്. ഇന്നുണ്ടായതേ ഉള്ളൂ. എനിക്ക് ഇന്നലെ ഉണ്ടായി എന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഉണ്ടാവണമെന്നില്ല. ഇന്നലെ ഞാൻ ഭാര്യയോട് ചൂടായിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. റോഡിലൂടെ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് തിരുവനന്തപുരം തൊട്ടിട്ട് വയനാട് വരെ വണ്ടി ഓടിച്ച് വന്ന സമയങ്ങളിൽ ആരോടും ചൂടായില്ല എന്നതിനർത്ഥം ഇന്നത്തെ ദിവസം ചൂടാകില്ല എന്നല്ല. എൻ്റെ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്ത ആളെ ഞാൻ തെറി വിളിക്കില്ല എന്നല്ല.
ഒരു ദിവസത്തെ പരിപാടിയുള്ളൂ. ഒരു തരത്തിലും അഹങ്കരിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. ഇന്നലെ ഏതെങ്കിലും മീറ്റിംഗിൽ നന്നായി സംസാരിക്കാൻ പറ്റി എന്നതിനർത്ഥം ഇന്ന് പറ്റി എന്നുള്ളതല്ല. ഇന്നലെ ആരോടും ദേഷ്യപ്പെടാതെ, ആരോടും വഴക്ക് പറയാതെ, നുണ പറയാതെ, ആരെയും പറ്റിക്കാതെ കഴിഞ്ഞു എന്നതിനർത്ഥം ഇന്നത്തെ ദിവസം അതല്ല. അപ്പൊ എല്ലാം ഒരു ദിവസം പരിപാടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നന്നായി എളിമപ്പെടാൻ പറ്റും. ഒരു ദിവസത്തെ കാര്യമുള്ളൂ. ആ ഒരു ദിവസത്തെ കാര്യത്തിലേക്ക് രാവിലെ ഇറങ്ങുമ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യം പരിഗണിക്കാം. ഇന്ന് ഞാൻ എൻ്റെ സ്വാർത്ഥപരമായ ചിന്തകളെ കുറച്ച് കുറയ്ക്കാൻ തുടങ്ങാം. കാരണം സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. ഒന്ന് മാറ്റിവെക്കാം. എന്നോട് തന്നെ പറയുകയാണ്, എന്നോട് തന്നെയുള്ള ബോധ്യപ്പെടുത്തലുകൾ. അവിടെയാണ് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാവുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യപരിപാടികളിലേക്ക് കടന്നു വരാം. എങ്ങനെയാ മാറ്റുക? അഞ്ചാമത്തെ പടിയൊക്കെ ചെയ്യുമ്പോഴും ഒരു ദിന പരിപാടിയിലൂടെ മാറ്റാൻ പറ്റും. ഒരു സുപ്രഭാതത്തിൽ ഇത്രയും കാലം ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായി. ഞാൻ എന്താന്നുള്ള തിരിച്ചറിവ് എനിക്ക് നാലാമത്തെ പടി തന്നിട്ടുണ്ട്. ആ ബോധ്യവും സ്വഭാവ ദൂഷ്യവും ഒരു സുപ്രഭാതത്തിൽ അങ്ങ് എടുത്തു കളഞ്ഞ് നാളെ മുതൽ എനിക്ക് മനസ്സിലായി ഞാൻ തെറ്റുകാരനാണ്, ഇനി മുതൽ ഞാനത് ചെയ്യില്ല. എവിടെ? കാരണം ശക്തമായ രീതിയിൽ ജന്മവാസന നിൽക്കുന്ന ആളാ. ആ ജന്മവാസനകളെ അങ്ങോട്ട് ഒറ്റടിക്ക് മാറ്റാൻ പറ്റിയ കുടിയനാവോ? ഇത്രയൊക്കെ എൻ്റെ കുടി കൊണ്ട് ആദ്യകാലത്തെ കുടി ഒഴിച്ച് ബാക്കി ഒരു കുടിയും എനിക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ കുടിച്ച്? അതിന്റെ ഉത്തരമാണ് ഒരു ദിവസം കൊണ്ടങ്ങ് പുണ്യാളനായിട്ട് ഞാനെന്ന കള്ളുകുടിയന് മാറാനായിട്ട് സാധ്യമല്ല. പടിപടിയായിട്ടുള്ള മാറ്റം. ആ പടിപടി എങ്ങനെയാണ്? ഇന്ന് തുടങ്ങണം. ന്യായീകരണം വെച്ചിരുന്നിട്ട് ഞാൻ കാര്യമില്ല. ഓരോ പരിപാടിയും, എനിക്കുണ്ടാകുന്ന ഓരോ മാറ്റവും, ഞാൻ എന്നെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കടന്നു വരുമ്പോൾ ഇന്നൊരു ദിവസം ഞാനതൊന്ന് മാറി നിൽക്കും. മറ്റൊരാളുമായിട്ട് ഏറ്റു പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെയാണ്, അത് എൻ്റെ കുഴപ്പമാണ്, ഇന്ന് ഞാനത് ചെയ്യുന്നില്ല. രാത്രി അതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നു, അയാളെ വിളിച്ച് പറയുന്നു, ഇന്ന് അത് ചെയ്തിട്ടില്ല കേട്ടോ, ഇന്ന് മാറ്റം ഉണ്ടായി. ഇത്ര സിമ്പിളായിട്ട് മാറാൻ പറ്റും. പലപ്പോഴും ഈ മാറ്റം ലളിതമായിട്ട് തോന്നാമെങ്കിലും ലളിതമായിരുന്നില്ല. കാരണം എന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് പല സ്വഭാവ ദൂഷ്യവും അഞ്ചാമത്തെ പടി എന്ന് പറയുന്ന സാധനത്തെ പിന്നീട് 6ലും 7ലും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും 6ഉം 7ഉം കഴിഞ്ഞ് 12ാം പടി പരിശീലനത്തിലൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്ന ടൂൾ 5ാം പടിയാണ്. തുറന്നു പറച്ചിലാണ്, എനിക്കിത് പറ്റിയിട്ടില്ല കേട്ടോ, ഇന്ന് പറ്റണം, അല്ല അത് ഇന്നത്തെ ദിവസം ഞാനത് അങ്ങനെ വിചാരിച്ചതെന്ന് രാവിലെ പറയുന്നു. രാത്രി പറയണം, അയ്യോ അങ്ങനെ സാധിച്ചില്ല, വീണ്ടും സാറില്ല, നമുക്ക് പോവാം. ആ രീതിയിൽ തന്നെയാണ് ഓരോന്നിനെയും എൻ്റെ സ്വഭാവത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ് സ്വാതന്ത്ര്യവും സന്തോഷവും ഞാൻ ഇന്നത്തെ ദിവസം ലോകത്തെ അതിൻ്റെ കണ്ണിലൂടെ നോക്കി കാണുക എന്ന അവസ്ഥയിലേക്ക് ഞാൻ എന്ന മദ്യാസക്തൻ വളരേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അതൊരു ദിന പരിപാടി മാത്രമേ ഉള്ളൂ, ഒരു തരത്തിലും അഹങ്കരിക്കേണ്ടതില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തി, എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയുന്ന തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.